കുറുവ കേസിൽ പ്രോസിക്യൂഷന് വൻ തിരിച്ചടി. രണ്ടാം പ്രതി കട്ടുപൂച്ചനെ വെറുതെ വിട്ടു. മോഷണക്കേസ് തെളിയിക്കാനായില്ല. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, മോഷണക്കേസ് തെളിയിക്കാനായില്ല എന്ന കാരണത്താലാണ് ഇപ്പോൾ രണ്ടാം പ്രതി കട്ടുപൂച്ചനെ വെറുതെ വിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും കുറുവ കള്ളന്മാർ പ്രതികളായ ആലപ്പുഴയിലെ ആദ്യ കേസിലാണ് പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതി കാട്ടുപൂച്ചനെയാണ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ഇയാൾക്കെതിരെ മറ്റ് 2 കേസുകൾ കൂടിയുണ്ട്. അതിന്റെ വിധി വന്നിട്ടില്ല. അത് ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും അതിന്റെ വിധി വരിക. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു കുറുവ സംഘം ആലപ്പുഴയിൽ എത്തിയത്. മുഖം മൂടി ധരിച്ചെത്തുന്ന നഗ്ന സംഘം വീടിന്റെ പിൻവാതിലൂടെ അകത്ത് കടന്ന് കവർച്ച നടത്തുകയായിരുന്നു. ചേർത്തല, മണ്ണഞ്ചേരി, കോമളപുരം, പുന്നപ്ര എന്നിവിടങ്ങളിലായിരുന്നു മോഷണം നടന്നത്. പക്ഷേ ഈ സംഘത്തെ വളരെ ശാസ്ത്രീയമായി തന്നെ പോലീസ് പിടികൂടിയിരുന്നു. നമുക്കറിയാം, വളരെ അധികം പോലീസിന്റെ ഇടപെടലാണ് ഇവരെ പിടികൂടാൻ കാരണമായത്. കാര്യം തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഇവർക്ക് തെരച്ചിൽ നടന്നിരുന്നു. ഇതിലെ പ്രധാന സന്തോഷ് ചെലുവനെ നവംബർ പകുതിയോടെയാണ് എറണാകുളം കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്നും മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത്. സംഘത്തലവനായ കാട്ടുപൂച്ചനായിട്ട് പ്രത്യേക സംഘം അന്വേഷണം തുടരുകയായിരുന്നു. ഒടുവിൽ മാർച്ചിൽ തമിഴ്നാട് മധുരയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയ കേസിന്റെ വിചാരണയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിലാണ് ഇപ്പോൾ കാട്ടുപൂച്ചനെ ഒരു കേസിൽ വെറുതെ വിട്ടിരിക്കുന്നത്. മറ്റ് 2 കേസുകൾ കൂടിയുണ്ട്. എന്നാൽ പോലീസ് പറയുന്നത് ഇവരുടെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ പോലീസ് അന്വേഷിച്ചതും കണ്ടെത്തിയതും. അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകൾ നൽകാനായിട്ടുള്ള ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ചിരുന്നു. കാര്യം രാത്രിയിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളാണ്. മാത്രമല്ല, ഇതിൽ കൃത്യമായിട്ട് സാക്ഷികളുമില്ലായിരുന്നു. പക്ഷെ എങ്കിലും പോലീസ് കൃത്യമായ പ്രതികളെ പിടികൂടുകയും കോടതിയിലെത്തുകയും ചെയ്തിരുന്നു. അതോടുകൂടി ഈ കുറുവ സംഘത്തിന്റെ കവർച്ച ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇല്ലാതാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട കേസിന്റെ വിചാരണ നടന്നു വരുന്നു. അതിൽ കാട്ടുപൂച്ചിന്റെ ഒരു കേസിലാണ് വെറുതെ വിട്ടിരിക്കുന്നത്. മറ്റ് 2-3 കേസുകൾ കൂടിയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ശരി, ഷാജഹാനാണ് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.